UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഏറ്റവും അപകടകരമായിട്ട് നമ്മൾ കാണേണ്ടത് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വി സതീശൻ അദ്ദേഹത്തിൻ്റെ ജാതി സ്വത്വത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അത് ചെയ്തത് എന്നുള്ളതാണ്. ചിലപ്പോൾ ആളുകൾ അതിൽ എത്ര കാര്യമുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് തോന്നാം. എന്നാൽ ജാതി എന്ന് പറയുന്ന സാധനം ഈ നാട്ടിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ എത്രത്തോളം കൃത്യമായിട്ടാണ് അദ്ദേഹം അത് പ്രയോഗിച്ചത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ. പേര് പലപ്പോഴും ഇന്ത്യയിൽ ഒരു ജാതിയുടെ ധർമ്മം കൂടി നിർവഹിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ചിലർക്ക് പേര് അവരുടെ യോഗ്യതയുടെ, അധികാരത്തിൻ്റെ, ഉയർന്ന സാമൂഹിക പദവിയുടെ ഒക്കെ അടയാളമാണ്. എന്നാൽ മറ്റു പലർക്കും അവരുടെ പേര് അവരുടെ താഴ്ന്ന സാമൂഹിക പദവിയുടെ, അധികാരമില്ലായ്മയുടെ, അവകാശമില്ലായ്മയുടെ ചങ്ങല കൂടിയാണെന്ന് കാണാൻ വേണ്ടി പറ്റും. അംബേദ്കറിന് ഒരിക്കൽ കള്ളപ്പേര് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. 1917 അമേരിക്കയിൽ നിന്ന് പഠനം കഴിഞ്ഞ് തിരിച്ചെത്തി ബറോഡയിൽ ജോലി ലഭിച്ച അംബേദ്കർ അവിടെ അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കിട്ടുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജാതി പദവിയാണ്. തൊട്ടുകൂടാത്തവനായി കണക്കാക്കപ്പെട്ട ഒരാളായിരുന്നു അംബേദ്കർ. മഹർജാതിയായിരുന്നു അംബേദ്കർ. അദ്ദേഹം ഒടുവിൽ ചെയ്യുന്നത് അവിടെയുള്ള പാഴ്സി വിഭാഗം താമസിച്ചിരുന്ന ഒരു പ്രദേശത്ത് ഒരു പാഴ്സി പേര്, ഒരു കള്ളപ്പേര് സ്വീകരിച്ചിട്ടാണ് അവിടെ അദ്ദേഹം വീട് വാടകയ്ക്ക് എടുക്കുന്നതും താമസിക്കുന്നതും. പക്ഷേ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഒരു മഹർജാതിയിൽപ്പെട്ട ആളാണ് എന്ന് മനസ്സിലാക്കി അവിടുത്തെ ആളുകൾ കൂട്ടായിട്ട് വന്ന് അംബേദ്കറെ ആക്രമിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഒരു ദിവസം പോലും അദ്ദേഹത്തിന് സാവകാശം കൊടുക്കാതെ ആ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. ബറോഡ മുഴുവൻ അദ്ദേഹം ഒരു വീട് അന്വേഷിച്ച് നടന്നു. പക്ഷെ ഒരാളും അദ്ദേഹത്തിന് വീട് നൽകാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല. ഒടുവിൽ ആ ജോലി ഉപേക്ഷിച്ച് കണ്ണുനീരോടെ ബോംബെയിലേക്ക് മടങ്ങിപ്പോയതിനെക്കുറിച്ച് അംബേദ്കർ എഴുതുന്നുണ്ട്. പേര് അങ്ങനെ ഒരു വെറും പേരായിട്ടൊന്നുമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഒരാളെ ഒരു കുറഞ്ഞ മനുഷ്യനാണ്, നീചനായ ജന്മമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പം അയാളുടെ ജാതി പേരുമായിട്ടോ ജാതി തൊഴിലുമായിട്ടോ ചേർത്ത് വെക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് ജാതി അധിക്ഷേപം കൂടിയാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ചെത്തുകാരൻ്റെ മകൻ എന്ന അദ്ദേഹം നിരന്തരം അധിക്ഷേപിക്കപ്പെടുന്നത് അത് അധിക്ഷേപിക്കാനുള്ള ഒരു പ്രയോഗമായിട്ട് ആളുകൾ മാറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മുമ്പും ഇതുപോലെയുള്ള ഒരുപാട് ചരിത്രമുണ്ട്. ഗൗരിച്ചോത്തി പെണ്ണല്ലേ, പുല്ല് പറിക്കാൻ പൊക്കൂടെ എന്നുള്ളതായിരുന്നു വിമോചന സമരകാലത്തെ ഒരു മുദ്രാവാക്യം. ചാത്തൻ പൂട്ടാൻ പോകട്ടെ, ചാക്കോ നാട് ഭരിക്കട്ടെ എന്നായിരുന്നു മറ്റൊരു മുദ്രാവാക്യം. ചാത്തൻ മാസ്റ്റർ, ദളിതനായ ചാത്തൻ മാസ്റ്റർ, അദ്ദേഹം കർഷക തൊഴിലാളിയുടെ പണിയെടുത്താൽ മതി, കൃഷിപ്പണി എടുത്താൽ മതി, കൂലിപ്പണി എടുത്താൽ മതി, അദ്ദേഹം നാട് ഭരിക്കാൻ വേണ്ടി നിൽക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞത്. പലപ്പോഴും ജാതി തൊഴിലുമായിട്ട് ആളുകളെ ചേർത്ത് വെച്ചത് കാണാൻ വേണ്ടി പറ്റും. 1950കളിൽ കണ്ണൂരിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയായിരുന്ന അവിടുത്തെ തൊഴിലാളി നേതാവ് സഖാവ് സി കണ്ണനെതിരായിട്ട് വിളിച്ച മുദ്രാവാക്യം തോട്ടിക്കണ്ണന് വോട്ടില്ല എന്നായിരുന്നു. പക്ഷേ ആ തോട്ടിക്കണ്ണനെ വോട്ട് ചെയ്തിട്ട് അവിടുത്തെ ജനങ്ങൾ വിജയിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇങ്ങനെ ചരിത്രത്തിലെമ്പാടും ജാതിയെ ഉപയോഗിച്ച് മനുഷ്യരെ നീചജന്മങ്ങളായി ചിത്രീകരിക്കാനുള്ള ശ്രമം വലതുപക്ഷം നടത്തിയത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതേസമയം തന്നെ ജാതി സ്വത്വം തൻ്റെ യോഗ്യതയുടെ അടയാളമായിട്ട് ആളുകൾ കൊണ്ടു നടക്കുന്നതും വിളിച്ചു പറയുന്നതും കാണാനും നമുക്ക് പറ്റും. വി സതീശൻ ജാതി സ്വത്വം വിളിച്ച് പ്രഖ്യാപിച്ച് പറഞ്ഞ് ജാതി പ്രതിജ്ഞയെടുത്ത് ഈ നാട്ടിൽ മുഖ്യമന്ത്രിയായി മാറിയതോടെ അദ്ദേഹം സമാധാനിപ്പിച്ചത് ചെത്തുകാരൻ്റെ മകൻ അധികാരത്തിലിരുന്നതിൽ അസ്വസ്ഥരായിരുന്ന ഈ നാട്ടിലെ ജാതി വെറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യരെ കൂടിയാണ്.